ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ പ്രീ ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിന് മുൻപ് വരെ അവരെന്തൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്തതാണ് ഫോണോളജിക്കൽ, അതായത് ബേസിക് ആയിട്ടുള്ള സൗണ്ട്സ് ഒക്കെ വരും. ചൈൽഡ്സ് എബിലിറ്റി ടു അറ്റൻഡ് ടു സൗണ്ട് സീക്വൻസ് ആൻഡ് പ്രൊഡ്യൂസ് സൗണ്ട്സ് ആൻഡ് കമ്പൈൻ ദം. അപ്പം പറയുന്നത് മനസ്സിലാക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനും അത് കമ്പൈൻ ചെയ്ത് വാക്കുകളും ഫ്രേസസും ഒക്കെ മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നതാണ് ഈ ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഡെഫിനിഷൻ ആട്ടോ. ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഈസ് എ കോംപ്ലെക്സ് പ്രോസസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ചൈൽഡ്സ് എബിലിറ്റി, അത് കൊച്ചിൻ്റെ എബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്, ടു അറ്റൻഡ് ടു ദ സൗണ്ട് സീക്വൻസ്, produce the sound sequence and combine them into understandable words and phrases. Between 1 to 4 years ഇതിനകത്തൊരു ഡ്രാസ്റ്റിക് നമ്മൾ പറയില്ല, പെട്ടെന്ന് കുറേ, ഇപ്പം ഓരോ തവണയും മാണിയുണ്ടല്ലോ, മിസ്സിൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേനും ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കൊച്ചിന് എന്തോരം വാക്കുകൾ, പുതിയ വാക്കുകൾ, അവൻ വർത്താനം പറയുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇത്രയൊക്കെ ഇവൻ പറയാൻ പഠിച്ചു വന്നു. സോ ബിറ്റ്വീൻ 1 to 4 അവർക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഇംപ്രസീവ് കപ്പാസിറ്റി ടു ഡിസ്റ്റിങ്ക്വിഷ് ദ ഫോണമിക് കാറ്റഗറീസ് ഓഫ് ദെയർ നേറ്റീവ് ലാംഗ്വേജ്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, കുട്ടികൾക്ക് അവരുടെ ഭാഷയിൽ, അവരുടെ സ്വന്തം ഭാഷയിലുള്ള ഫോണമിക് കാറ്റഗറീസിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പം ആ, ഈ എന്നൊക്കെയുള്ള സൗണ്ട്സ്, അതാണല്ലോ ഫോണമിക് സൗണ്ട്സ് എന്ന് പറയുന്നത്. ബേസിക് സൗണ്ട്സിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ പിള്ളേർക്കൊരു ഇനേറ്റ് കപ്പാസിറ്റി ഉണ്ട്. അവർ കുറേ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതും പറയുന്നതും ഒക്കെ പഠിക്കും. പക്ഷെ ഇതിൻ്റെ ഒപ്പം എന്തും കൂടെ ഇമ്പോർട്ടൻ്റാണ്, കുട്ടികളുടെ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റീസും അവരുടെ ഫിസിക്കൽ, നമ്മളല്ലേ ശബ്ദം എന്ന് പറയുന്നത് വോക്കൽ ട്രാക്റ്റിൻ്റെയും വോക്കൽ കോഡും നമുക്ക് അറിയാം. ആ ഒരു എന്താ പറയുന്നത്, കുറച്ച് ബോഡി സിസ്റ്റംസും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതും പ്ലസ് കൊച്ചിൻ്റെ കോഗ്നിറ്റീവ് എബിലിറ്റീസും കൂടെ കൂടുമ്പോഴാണ് ആ കൊച്ചിനൊരു പ്രോപ്പർ ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ദേ ഓൾസോ അഡോപ്റ്റ് ടെമ്പററി സ്ട്രാറ്റജീസ് ഫോർ പ്രൊഡ്യൂസിങ് സൗണ്ട്സ് ദാറ്റ് ബ്രിങ് അഡൽട്ട് വേർഡ്സ് വിത്തിൻ ദെയർ കറൻറ്റ് റേഞ്ച് ഓഫ്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവരുടെ അമ്മമാർ പറയുന്നതും അച്ഛന്മാർ പറയുന്നതും ഒക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കും. എന്ത്, അവരുടെ കൊക്കിനൊതുങ്ങുന്നത്, അവരുടെ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റിക്കും ഫിസിക്കൽ ഇതിനും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ എന്താ പറയുക, ചിലരുടെ നാവ് വഴങ്ങത്തില്ല, ചിലർക്ക് ഈ പല്ല് വരാതെ ഒന്നും ചിലർക്ക് ചില വാക്കുകളൊന്നും ശുദ്ധമായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പറയുന്നത്. അപ്പോൾ വിത്തിൻ ദ റേഞ്ച് ഓഫ് ദെയർ ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ് ദേ വിൽ ബി ഏബിൾ ടു പ്രൊഡ്യൂസ് വാട്ട് ദേ ഹിയർ. ഓക്കെ, അതിലാദ്യത്തേതാണ് എയർലി ഫേസ്. ചിൽഡ്രൻസ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ നമ്പർ ഓഫ് സൗണ്ട്സ് ആണ് ആദ്യം അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. ബേസിക് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ബാബ്ലിങ്ങിലൂടെ അവർ പറയുന്നതാണ്. അതായത് ഈസി ആയിട്ടുള്ള സൗണ്ട്, കൺസോണൻസും വവൽസ് അവസാനം വരുന്ന പോലത്തെ, അതായത് മാമ, ദാദാ, ബൈ ബൈ, നൈ നൈ, നൈറ്റ്, നൈറ്റ് നൈറ്റ് എന്നൊക്കെ ഫോർ നൈറ്റ് നൈറ്റ് എന്ന് പറയുന്നത് നൈ നൈ എന്നായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ ദാദാ മാമ മാത്രം, ബൈ ബൈ, ടാറ്റ, അതൊക്കെയല്ലേ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന പിള്ളേർ അല്ലേ. ഉമ്മാന്നൊന്നും പഠിപ്പിക്കില്ല, ഇല്ല, ടാറ്റ ബൈ ബൈ ഒക്കെയാണ് ആദ്യം പഠിപ്പിക്കുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത്, അങ്ങനത്തെ വാക്കുകളാണ് ആദ്യം പഠിക്കുന്നത്. പിന്നെ അവർ പറയുന്നത് സംടൈംസ് യങ് സ്പീക്കേഴ്സ് യൂസ് ദ സെയിം സൗണ്ട്സ് ടു റെപ്രസെൻറ്റ്. പിന്നെ അവരൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വാക്ക് അവർ എല്ലാ കോൺടെസ്റ്റിലും ഉപയോഗിക്കും. മനസ്സിലായി, നമ്മളൊരു ജീൻസ് എല്ലാത്തിൻ്റെയും കൂട്ടത്തിലിടുന്നെന്ന് പറയുന്ന പോലെ അവർ പഠിച്ച ഒരു വാക്ക് അവരെല്ലാത്തിനും ഉപയോഗിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. ഒരു കൊച്ചു ബാറ്റ് എന്നുള്ളൊരു വാക്ക് 12 വേറെ വാക്കുകൾക്ക് അവർ, ആ കൊച്ചു ഒരേ ബാറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ എന്നാ പറയുന്നത്, ഒന്നും പറയുന്നില്ല. പിള്ളേർ ആദ്യം പഠിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കൺസോണൻസും വവൽസും കൂടെ കൂട്ടിയിട്ടുള്ള ശബ്ദങ്ങളാണ് ആദ്യം അവർ പഠിക്കുന്നത്. അവരുടെ ആദ്യത്തെ ഫോണോളജിക്കൽ, നമ്മളല്ലേ സൗണ്ട് റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് അതാണ് വരുന്നത്. അടുത്താണ് പറയുന്നത് മോർ വേർഡ്സ് ഇൻ ദ സ്പോക്കൺ വെക്കാബുലറീസ് ക്യാൻ പ്രൊനൗൺസ് മോർ സ്പീച്ച്. അപ്പോൾ ഇവിടെ പറയുന്നത് എത്രത്തോളം ശബ്ദങ്ങളും പുതിയ വാക്കുകളും അവർ കേൾക്കുന്നോ അത്രത്തോളം അവരുടെ വെക്കാബുലറി കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് പിള്ളേർ എന്താണോ കേൾക്കുന്നത്, ഇതിനു മുമ്പ് ഇത് തന്നെ പലതവണ പറഞ്ഞു, എന്താണോ പിള്ളേർ കേൾക്കുന്നത് ആ വാക്കാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ കൊച്ചിനെ എന്താ പറയുന്നത്,
പോത്തേന്നും എന്താ പറയുന്നത് മത്തങ്ങയെന്നൊക്കെ നമ്മൾ പിള്ളേർക്ക് എന്ത് വാക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, ജന്തു, ഒരു കൊച്ച് 3 വയസ്സുള്ള ഒരു കൊച്ച് വിളിച്ചെന്ന്, ആ ജന്തു. അപ്പോൾ എന്തുകൊണ്ട് ആ കൊച്ചത് പറയുന്നത്? അത് കേൾക്കുന്ന അതായതുകൊണ്ട്. ആ വാക്ക് ഇപ്പം എൻ്റെ മാണിക്ക് ജന്തു എന്നുള്ള വാക്ക് കിട്ടത്തില്ല, പക്ഷെ ചിലപ്പോൾ അവന് പോത്ത് എന്നുള്ള വാക്കറിയാം. കാരണം എന്താ, ഞാൻ വിളിക്കുന്നത് കൊണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, പിള്ളേർ എന്താണോ ഫെമിലിയർ വേർഡ്സ് ആണ് അവർ ആദ്യം പുറത്തേക്ക് വരുന്നത്. ആൻഡ് ടോഡ്ലേഴ്സ് ഓഫൻ ഡു നോട്ട് പിക്ക് അപ്പ് ദ ഫൈൻ ഡീറ്റെയിൽസ്. പക്ഷേ ഇവർക്കുണ്ടല്ലോ കറക്റ്റായിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാല് എന്ന് പറയാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. അവർ കേൾക്കുന്നത് പാ, അതുകൊണ്ടാണ് അവൻ പായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം കേൾക്കുന്നത് മാത്രം. അപ്പോൾ ഫൈൻ ഡീറ്റെയിൽസ് പിന്നീട് നമ്മളല്ലേ ആ ടോഡ്ലറൊക്കെ ആകുമ്പോഴത്തേനും പഠിക്കും. പക്ഷെ ആദ്യം അവർ കേൾക്കുന്നത് മാത്രമാണ് അവർ പറയുന്നത്. അവർക്ക് ആ ഫൈൻ ഡീറ്റെയിലിംഗ് അവർക്കില്ല. ആസ് ടോഡ്ലേഴ്സ് വെക്കാബുലറീസ് ഇൻക്രീസ് ദേ ബിക്കം ബെറ്റർ അറ്റ് യൂസിങ് ദെയർ പെർസെപ്ഷൻ എബിലിറ്റീസ്. ഇപ്പം വെക്കാബുലറി കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അവരെന്താ പറയുക, അവരുടെ പെർസെപ്ഷൻ എബിലിറ്റീസ് ഇമ്പ്രൂവ് ആവുന്നതനുസരിച്ച് അവരുടെ വെക്കാബുലറി കൂടും. അല്ലെങ്കിൽ വെക്കാബുലറി കൂടുന്നതനുസരിച്ച് അവരുടെ മനസ്സിലാക്കലുകളും കൂടും. മനസ്സിലായി? അതായത് എന്താ പറയുന്നത്, പൂച്ചയും ബൗബോ അല്ലെങ്കിൽ മ്യാവ് മ്യാവും പൂച്ചയും രണ്ടും രണ്ടാന്ന് പറയുമ്പോഴാണ് അവർക്ക് ഓക്കെ പൂച്ച എന്താണെന്നും പട്ടി എന്താണെന്നും അവർക്ക് മനസ്സിലാവും. അത് ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ. ലാംഗ്വേജ് കൂടുന്തോറും അണ്ടർസ്റ്റാൻഡിങ് ലെവലും നമ്മുടെ കൂടും. സോ അതാണ് ഇവിടെ. അപ്പോൾ ഇത് ഈ സ്ലൈഡിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണോ നമ്മൾ പറയുന്നത് അതാണ് പിള്ളേർ പഠിക്കുന്നത്. അടുത്താണ് ഫോണോളജിക്കൽ സ്ട്രാറ്റജീസ്. അവരെങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ബൈ ദ മിഡിൽ ഓഫ് ദ സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അവരെന്ത് ചെയ്യാൻ തുടങ്ങും, വാക്കുകളിലെ ഓരോ സൗണ്ട്സും അവർ പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ദേ പ്രൊനൗൺസ് ഈച്ച് ഇൻഡിവിജ്വൽ സൗണ്ട്സ് വിത്തിൻ എ വേർഡ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ജ്യൂസ് എന്നാണെങ്കിൽ ജ്യൂസ്, ആ ജ്യൂസ് എന്ന് പറയുന്ന വാക്കിനകത്തെ ഓരോ സൗണ്ട്സും അവർ ഐഡൻറ്റിഫൈ ചെയ്ത് അവർ പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ. പക്ഷേ പിള്ളേർ പറയുന്നത് അറ്റ് ഫസ്റ്റ് ചിൽഡ്രൻ പ്രൊഡ്യൂസ് മിനിമൽ വേർഡ്സ് എന്ന് പറഞ്ഞാൽ അവരെന്താണോ കേൾക്കുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ അത് കഴിയുമ്പോഴാണ് അതിനകത്ത് അവർ അഡീഷൻസ് വരുത്തുന്നത്. ഇപ്പോൾ കുട്ടികൾ അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഫൈനായിട്ടുള്ളൊരു പ്രൊനൗൺസിയേഷൻ ഇല്ലാത്തത്. ഇപ്പോൾ എല്ലാ പിള്ളേരും നമ്മൾ സംസാരിക്കുന്ന പോലത്തെ എന്താ പറയുന്നത് എഴുത്ത് ഭാഷ അല്ലല്ലോ ഉപയോഗിക്കുന്നത്. അവരെന്താണോ കേൾക്കുന്നത് അതാണ് അവർ പറയുന്നത്. അത് മാത്രമേ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് അവരുടെ ബേസിക് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പക്ഷേ കുറച്ചും കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവരുടെ എന്ത് ചെയ്യും, ബട്ട് റേറ്റ് ഓഫ് ഫോണോളജിക്കൽ പ്രോഗ്രസ് ഡിപ്പെൻഡ്സ് ഓൺ ദ rate of phonological progress depends on the complexity of the language sound system. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ അതായത് നമ്മുടെ എന്താ പറയുന്നത് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന സിസ്റ്റം ഉണ്ട്. അതായത് നമ്മുടെ ഓഡിറ്ററി ട്രാക്കും അല്ലെങ്കിൽ പിള്ളേരുടെ വോക്കൽ ട്രാക്കും ഒക്കെ ഇമ്പ്രൂവ് ആവുന്ന ഫുള്ളി ഡെവലപ്പ് ആവുന്ന സ്ഥിതിക്ക് അവർക്കും ലാംഗ്വേജിൻ്റെ കോംപ്ലക്സിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുന്നതാണ് ഇവിടെ. വോക്കൽ ട്രാക്റ്റിൻ്റെ മച്ചുറേഷൻ എത്താതെ കുട്ടികൾക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. മാണിക്ക് ക്ലാസ് ഉള്ളപ്പം അവനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ എന്ത് പാടാന്നറിയാം. അവന് ആ പ്രോപ്പർ എന്താ പറയുന്നത് അവൻ്റെ വോക്കൽ ട്രാക്ട് അത്ര പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അവൻ ഇപ്പോഴും പല കാര്യങ്ങളും പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം അവൻ്റെ ക്ലാസ്സിൽ വേറൊരു കുട്ടിയുണ്ട്, പെൺകുട്ടികളാണ് ടിപ്പിക്കൽ, നമ്മൾ പറയില്ല മച്ചുറേഷൻ എപ്പോഴും പെൺകുട്ടികൾക്ക് ഇച്ചിരി കൂടുതലാണ്. ആ കുട്ടികളുണ്ടല്ലോ പെർഫെക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യും. മാണി പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പല സാധനങ്ങളും ഈ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ക്ലാസ്സിലെ ചില ആൺകുട്ടികൾക്കും പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് മേ ബി ഒന്നെങ്കിൽ അവൻ്റെ നമ്മൾ എക്സ്പീരിയൻസ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അവൻ്റെ വോക്കൽ ട്രാക്ട് കംപ്ലീറ്റ് ആയിട്ട് മച്ചുവേർഡ് ആവാത്തത് കൊണ്ടായിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ അവരുടെ എന്താ പറയുന്നത് അവരുടെ ഫിസിക്കൽ കണ്ടീഷൻസും കോൺട്രിബ്യൂട്ട് ചെയ്യും. വൺസ് ഫിസിക്കൽ കണ്ടീഷൻസ് ഡെവലപ്പ് ആയി കഴിയുമ്പോഴത്തേനും കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് അവർ അക്വയർ ചെയ്യുമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ലേറ്റർ ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഇതിനകത്തപ്പം ടോട്ടൽ ഗ്യാസാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഏകദേശം ഫുൾ ഗ്യാസാണ് പറഞ്ഞേക്കുന്നത്. ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. എയർലി ഫേസിൽ അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ വീട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് അവർ പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഫോണോളജിക്കൽ സ്ട്രാറ്റജീസിൽ അവർ പഠിക്കും, എല്ലാം നന്നായിട്ട് പഠിക്കും. വൺസ് അവരുടെ ബയോളജിക്കൽ അല്ലെങ്കിൽ വോക്കൽ ട്രാക്റ്റൊക്കെ നന്നായിട്ട് വന്നു കഴിയുമ്പോഴായിരിക്കും
അവർ ആദ്യം അവർ ബെറ്റർ ഡെവലപ്മെൻറ്റ് കാണിക്കുന്നത്. ലാസ്റ്റ് വണ്ണാണ് ലേറ്റർ ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ അവസാനം ഏറ്റവും എന്ന് വെച്ചാൽ ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ലാസ്റ്റിലേക്ക് വരുമ്പോഴാണ് അത് 5 വയസ്സാകുമ്പോഴത്തേനും കംപ്ലീറ്റഡ് ആവുമെന്നാണ് പറയുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മാണിക്ക് ഇപ്പോഴും പലതിൻ്റെയും സൗണ്ട്സ് മനസ്സിലാവാൻ പറ്റുന്നില്ല, ബിക്കോസ് 5 വരെ അതിന് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് 5 വയസ്സാകുമ്പോഴത്തേനും ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുമെന്നാണ് പറയുന്നത്. ആൻഡ് എ ഫ്യൂ സിലബിൾ സ്ട്രെസ് പാറ്റേൺ സിഗ്നൽസ്. അപ്പം പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ അത് കഴിഞ്ഞാലേ ഉള്ളൂ. അതായത് 5-ൽ അവന് ഫോണോളജിക്കൽ, അതായത് സൗണ്ട്സ്, ബേസിക് സൗണ്ട്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചെങ്കിലും ചില കാര്യങ്ങൾ എന്നാലും അത് കഴിഞ്ഞേ പഠിക്കത്തുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്രീൻ ഹൗസും മനസ്സിലായോ? ഗ്രീൻ ഹൗസും പറയുമ്പോൾ തന്നെ അത് രണ്ടും, ഒന്നും മറ്റേ ഗ്രീൻ ഹൗസ് ഫിനോമിനൻ ഇല്ലേ, അതും ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? പച്ച കളറുള്ള വീടെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഹൗസിൻ്റെ ഇതൊക്കെ പറയും നമ്മൾ സ്കൂളിലെ റെഡ് ഹൗസ് ഗ്രീൻ ഹൗസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം ഇത് രണ്ടും പറയുമ്പോൾ ഇത് രണ്ടും ഗ്രീൻ ഹൗസാണ്. പക്ഷേ ഗ്രീൻ ഹൗസും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഒരു എന്താ പറയുന്നത് 4th to 6th ഗ്രേഡ് ആവണം എന്നാണ് പറയുന്നത്. വെച്ചാൽ സ്ട്രെസ്സ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ മീനിങ് മാറും. ഒരേ വാക്കിൽ സ്ട്രെസ്സ് ചെയ്യുന്നതനുസരിച്ച് മീനിങ് മാറുമെന്ന് തിരിച്ചറിയുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. മനസ്സിലായി? ഇപ്പോൾ ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ് 5 വയസ്സിലാകുമ്പോൾ വരും, എന്നാലും കോംപ്ലക്സ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പിന്നീടേ വരത്തുള്ളൂ. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ പറയില്ലേ ചില വാക്കുകൾ, ഇപ്പോൾ ചേഞ്ചസ് ഇൻ ദി സിലബിൾ സ്ട്രെസ്, അതായത് നിങ്ങൾ ഈ ഗ്രീൻ ഹൗസും ഓർത്താൽ മതി, അപ്പോൾ പിന്നെ നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദീസ് ലേറ്റ് അറ്റൈൻമെൻറ്റ്സ് ആർ പ്രോബബിളി അഫക്റ്റഡ് ബൈ ദ സെമാൻറ്റിക് കോംപ്ലക്സിറ്റി ഓഫ് ദ വേർഡ്സ് ഇൻ ദാറ്റ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് വേർഡ്സ് ആർ മോർ ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവാത്തത് കൊണ്ടാണ്. പിള്ളേർക്ക് ആ പ്രൊനൗൺസിയേഷൻ മനസ്സിലാവാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഗ്രീൻ ഹൗസ് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഒരു 3-ാം ക്ലാസ്, ഞാനൊക്കെ പഠിക്കുന്നത് 8-ലാന്ന് തോന്നുന്നു ഗ്രീൻ ഹൗസ് പഠിച്ചത്, നിങ്ങളതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും ഗ്രീൻ ഹൗസ് എന്താണെന്ന്. അപ്പം ഇതെന്താണെന്ന് പറയുന്ന കൊച്ചിനാണ് ഗ്രീൻ ഹൗസ് എന്നും പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത് സെമാൻറ്റിക് എന്ന് പറയുന്നത് ഭാഷ, മീനിങ് ആണ്. മീനിങ് മനസ്സിലാവുമ്പം നമുക്കതിൻ്റെ പ്രോപ്പറായിട്ട് പ്രൊനൗൺസിയേഷനും മനസ്സിലാകും. അപ്പോൾ മീനിങ് മനസ്സിലാവാത്തതുകൊണ്ട്, സെമാൻറ്റിക് ഡെവലപ്മെൻറ്റ് നടക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സെമാൻറ്റിക് കോംപ്ലക്സിറ്റി ഉള്ളത് കൊണ്ടാണ് ചില വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. ഈവൻ അറ്റ് ലേറ്റർ സ്റ്റേജസ് വർക്കിംഗ് സൈമിൾട്ടേനിയസ്ലി ഓൺ ദ സൗണ്ട്സ് ആൻഡ് മീനിങ് ഓഫ് എ ന്യൂ വേർഡ് മേ ഓവർലോഡ് ദ കോഗ്നിറ്റീവ് സിസ്റ്റം കോസിങ് ദ ചിൽഡ്രൻ. അപ്പോൾ ഇവിടെ പറയുന്നത് പക്ഷേ കുറച്ച് വലുതായി കഴിയുമ്പോഴും ചില പിള്ളേർ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ചില പ്രൊനൗൺസിയേഷൻ സ്കിപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ അത് നന്നായിട്ട് വരത്തില്ല, അവർക്ക് പറയുന്നത് വെച്ച് മാത്രം, എന്നുവെച്ചാൽ അവർക്ക് എന്താണോ മനസ്സിലാവുന്നത് അത് വെച്ച് അവർ പറഞ്ഞു പോകും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ നമ്മളല്ലേ ഈ പോയിന്റ് പറയുന്നത് വെച്ചാൽ ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അവൻ്റെ എന്ത് സ്വാധീനിക്കും? കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്വാധീനിക്കും. അപ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അധികം ഇല്ലാത്ത, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് കോംപ്ലക്സിറ്റി താങ്ങാൻ പറ്റാത്ത പിള്ളേർക്ക് അത് വിട്ടുകളി. ഇപ്പം നിങ്ങളുടെ തന്നെ ക്ലാസ്സിൽ എക്സാമ്പിൾ ചില വാക്കുകളൊക്കെ വരുമ്പം അത് മനസ്സിലാവുന്നവരത് പറയാൻ ശ്രമിക്കും, അത് മനസ്സിലാവാത്തവർ പോട്ടെ അതോടെ കിടക്കട്ടെ എന്ന് നിങ്ങൾ പറയത്തില്ലേ? അതുപോലെ തന്നെയാണ് പിള്ളേരും. ഓക്കെ, അപ്പോൾ കോഗ്നിറ്റീവ് കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സിസ്റ്റത്തിന് ഓവർലോഡ് വരുമ്പോൾ നമ്മൾ ചില പ്രൊനൗൺസിയേഷനൊക്കെ നമ്മളങ്ങ് വിഴുങ്ങും എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ അതാണ് ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഇതും ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്തെഴുതുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചിന്തിച്ച് ഈ പോയിൻറ്റ്സ് വരുന്ന പോലെ എഴുതി വെക്കണം. ഓക്കെ, എനിക്കും അറിയാം ഇത് ഇച്ചിരി ഇതാണെന്ന്, പക്ഷെ നിങ്ങൾ ആ എഴുതി വെച്ച മിസ്സ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എഴുതി വെച്ചിട്ട് അതിനെ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ആക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. താങ്ക് യു.